എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപന് ഒരു റിസോർട്ട് മാനേജറെ കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് വരുവാണ്. അങ്ങനെ വന്നിറങ്ങി കഴിഞ്ഞപ്പോ അയാൾ ചോദിച്ചു, അല്ല സാറേ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഈ ഓർഡർ എനിക്ക് കിട്ടൂല അല്ലേ? താൻ ധൈര്യമായിട്ട് പോരടോ, ഈ പ്രതാപനല്ലേ പറയണേ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പോഴേക്കും പൂർണിമ അങ്ങോട്ട് ഇറങ്ങി വന്നു. പൂർണിമ ഒന്ന് വന്നിട്ട് ചോദിച്ചു, ഇതാരാ പ്രതാപെന്ന് ചോദിക്കുകയാണ്. അതെ, ഇത് റിസോർട്ട് മാനേജരാ. നമ്മുടെ അച്ചുവിന്റെ കല്യാണം നമുക്ക് റിസോർട്ട് വെച്ചാൽ ഗംഭീരമായിട്ട് തന്നെ നടത്തണമെന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് അച്ചുവും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് ചോദിച്ചു, അച്ചു ചോദിച്ചു, അല്ല എന്റെ കല്യാണം റിസോർട്ട് വെച്ച് നടത്താനാ? അതെ, നമുക്ക് ഗംഭീരമായിട്ട് നടത്തണ്ടേ? പണ്ടൊക്കെ ആയിരുന്നു കല്യാണം ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ച് നടത്തുന്നത്. ഇപ്പൊ റിസോർട്ടിലൊക്കെ വെച്ചാൽ കല്യാണങ്ങളൊക്കെ നടത്തണേന്ന് പറയാം. അപ്പൊ ഈ ഓർഡർ ദേ ഇയാൾക്ക് കൊടുക്കണമെന്ന് പറയാം. നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താ? ഡാഫഡിൽസ്. കേട്ടില്ലേ? നല്ല അടിപൊളി പേര്. കേൾക്കുമ്പോ തന്നെ ഒരു ഗുമ്മില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട പൂർണ്ണിമ പറഞ്ഞു, അല്ല അതിപ്പോ എന്നെ സേതുവിനോടൊന്ന് ചോദിച്ചിട്ട് പോരെ, അവനല്ലേ കാര്യങ്ങളൊക്കെ നടത്തണേന്ന് ചോദിക്കുക. സേതുവോ? അവനോട് എന്താ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്? അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയാം. അവനെ ഈ പന്തലിനെ കുറിച്ചും കല്യാണത്തെ കുറിച്ചും എന്തറിയാ എന്ന് പറയാണ്. അത് കേട്ടോണ്ട് സേതു പറഞ്ഞു, അതെ എനിക്കിവിടെ ആലോചിക്കണം. കാരണം എന്റെ പെങ്ങളുടെ അല്ല കല്യാണം എന്ന് പറയും. ഓ, ഒരു ആങ്ങളെ വന്നിരിക്കുന്നു എന്നായിരിക്കും പോലും ആങ്ങളെ വന്നേ എന്നൊക്കെ പ്രതാപം പറയാണ്. പിന്നീട് സേതു അങ്ങോട്ട് വന്നു. സേതു എന്നിട്ട് പറഞ്ഞു, അതെ കല്യാണമൊക്കെ ഞാൻ നടത്തിക്കോളാം. പിന്നെ ഈ റിസോർട്ട് വെച്ച് നടത്തുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയാണ്. അതിനൊക്കെ കുറെ പൈസ ചിലവൊക്കെ അല്ലേ, അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. അങ്ങനെ വരട്ടെ, റിസോർട്ട് വെച്ച് നടത്തിയ നല്ല പൈസ ചിലവാകും. പാപ്പരാസി കല്യാണം നടത്താനാ എന്റെ പ്ലാനിങ്. ഇത് കേട്ടോണ്ടെന്ന് ഋതു പറഞ്ഞു, അതെ അമ്മേ, ഇങ്ങനെ കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിലേ എന്റെ അച്ഛന്റെ കല്യാണം വെറുതെ അദ്രവാസി കല്യാണമായിരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. റിസോർട്ട് വെച്ച് കല്യാണം നടത്തണമെങ്കിൽ അങ്ങനെ തന്നെ നടത്തണമെന്ന് പറയാം. ഇത് കേട്ട് ഞാൻ പൂർണ്ണം പറഞ്ഞു, സേതു തീരുമാനം എടുക്കട്ടെ. അവനല്ലേ തീരുമാനം എടുക്കുന്നേ, അവനല്ലേ കല്യാണം നടത്തുന്ന ആളെന്ന് ചോദിക്കാം. എന്ത് തന്നെ ആളും കുഴപ്പമില്ല, നല്ല ഗംഭീരമായിട്ട് എനിക്ക് കല്യാണം നടത്തണം. ഇയാൾ നടത്തിയാൽ ശരിയാവത്തില്ലെന്ന് പറയാണ്. അയാളും അയാളുടെ ഒരു ജേറ്റുവും കമ്പനി വെറും ഒരു പന്തല് പണി. എന്താ ഇയാൾക്ക് കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? പന്തല് പണി മാത്രം അയാൾക്ക് ആകെ അറിയാവുന്ന ജോലി. അല്ലാതെ ഒരു നല്ലൊരു കല്യാണം നടത്തിയ അയാള് ഇതുവരെയായിട്ട് പേരെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഋതുവിനോടായിട്ട് സേതു അതെ, നിനക്ക് എന്തറിയാം? നിനക്ക് ഈ ജേട്ടുവൻ കമ്പനിയെ കുറിച്ച് എന്തേലും അറിയാവോ? അതെ, ഈ കല്യാണപ്പന്തല് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പണിയാന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. നിനക്കത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്ന് പറയണം. പിന്നെ വലിയൊരാൾ വന്നിരിക്കുന്നു. അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം, ഇയാളെ കൊണ്ട് പണിയിക്കണ്ടെന്ന് പറയണം. ഇയാളൊന്നും ഏറ്റെടുക്കണ്ട, പ്രധാനങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ചോട്ടെന്ന് പറയാ. പ്രധാനം പറഞ്ഞു, അതാ പൂർണ്ണിമേച്ച് ഞാൻ പറഞ്ഞ ഋതു പറഞ്ഞു കേട്ടില്ലേ, ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന് പറയാണ്. ഒന്നും അറിയത്തില്ലാത്ത കല്യാണപ്പന്തലിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഇവനാണോ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഈ സമയം പ്രതാപൻ നേരെ ആ ഓർഡർ കൊടുക്കാമെന്ന് അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ്, ആ ഡാഫഡിൽസിന്റെ മാനേജറുടെ അടുത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ വലിയ കല്യാണ വർക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതാന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ വടക്ക് തെക്ക് കല്യാണ മണ്ഡപം ഇരിക്കണം, അവിടെ അതിന്റെ മണിപ്പന്തൽ എങ്ങോട്ട് പണിയുമെന്ന് ചോദിക്കുവാണ്. ഏത് ദിശയിലേക്ക് വെക്കണമെന്ന്. ഈ വടക്ക് തെക്ക് അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. അതിന്റെ മണിപ്പന്തൽ എങ്ങോട്ട് വെക്കണമെന്ന് ചോദിക്കുമ്പോൾ അതും കൺഫ്യൂഷനായി. എന്താ ചെയ്യണ്ടേ? അയാൾ ഇന്ന് വിൽക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, അറിയത്തില്ലല്ലേ? അതാ പറഞ്ഞേ, ഇതൊന്നും അറിയത്തില്ലാത്ത താനാണോ വലിയ റിസോർട്ടില് വലിയ കല്യാണം നടത്താണ്ട് പോണേന്ന് ചോദിക്കുക. പിന്നീട് നേരെ പൂർണ്ണിമയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ പൂർണ്ണിമേ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തോളാം. എനിക്ക് ഒത്തിരി വലിയ ആർഭാടമായിട്ട് നടത്താൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നടത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അറിയാലോ, അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ അങ്ങനെ നടക്കണമെന്ന് പറയണം. ഈ സമയം പ്രതാപൻ പറഞ്ഞു, അതൊക്കെ പറയാൻ നീ ആരുടാന്ന് ചോദിക്കണം. ഞാൻ ആരാന്നോ? ഈ നിൽക്കുന്ന അച്ചുവേ എന്റെ പെങ്ങളാ. ഈ മാധവമേനൻ എന്റെ അച്ഛനാ. അപ്പൊ എന്റെ പെങ്ങളുടെ കല്യാണം നടത്താനുള്ള ഉത്തരവാദിത്വം എനിക്കാ, അല്ലാതെ നിനക്കല്ലെന്ന് പറയണം. പ്രതാപന്റെ മുഖത്ത് അടിയേറ്റോലേ പോയി. എന്ത് ചെയ്യാൻ പറ്റും? എന്തേലും ചെയ്യാൻ പറ്റുമോ? പൂർണ്ണിമ പറഞ്ഞു, അതെ സേത് കല്യാണം പന്തലും കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പ്രതാപൻ ഇനിയിപ്പം ചിന്തിക്കേണ്ടെന്ന് പറയണം. പ്രതാപനെതിരെ കൂടെ ഒരു അടി കിട്ടാനില്ല. പിന്നീട് സേതു അങ്ങോട്ട് കയറിപ്പോണ. ഋതുവിന് നല്ല ദേഷ്യമായി. അപ്പൊ ആ ഡാഫഡിൽസ് മാനേജർ ചോദിച്ചു, സാറേ എന്റെ കാര്യം ഒന്നും മിണ്ടാതെ ഓടൂ, മനുഷ്യ ഇവിടെയാണ് സമത പറ്റിയ അവസ്ഥയിൽ നിൽക്കുവാണ്. അപ്പോഴാണ് അവന്റെ ഒരു കാര്യം എന്നൊക്കെ പറയണം. പിന്നീട് സേതു പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേനും അച്ചു അങ്ങോട്ടേക്ക് വരുവാണ്. സേതുട്ടാ, എനിക്ക് വലിയ റിസോർട്ടിൽ വെച്ച് കല്യാണം നടക്കണ്ട. എനിക്ക് എന്റെ കല്യാണം ദേ ഈ വീട്ടുമുറ്റത്ത് വെച്ച് നടത്താൻ മതിയെന്ന് പറയണം. എന്താ അച്ചു അങ്ങനെ പറയുന്നത്? അച്ഛന്റെ ഓർമ്മകൾ ഉള്ള വീടാത്. ഈ വീട്ടിൽ വെച്ച് തന്നെ എന്റെ കല്യാണം നടത്തണം എന്റെ ആഗ്രഹം. ഏയ് അതൊന്നും ശരിയാകത്തില്ല. നിന്റെ കല്യാണം നല്ല ഗംഭീരമായിട്ട് ആർഭാടമായിട്ട് നടത്തുമെന്ന് പറയാം. വേണ്ട സേതുവേട്ട, വെറുതെ എന്തിനാ ഈ പൈസ ഇല്ലാത്ത സമയത്ത് സേതുവേട്ടൻ ഈ കടവും വിലയൊക്കെ വാങ്ങി എന്റെ കല്യാണം നടത്താൻ മെനക്കിടുന്നേ? അതിന്റെ കാര്യമില്ലെന്ന് പറയാം.
ദേ ആരുടെ കല്യാണം നടത്തിയില്ലല്ലോ, നിന്റെ കല്യാണം ഞാൻ ഗംഭീരമായിട്ട് നടത്തും. കാരണം നീ എനിക്ക് എന്റെ പ്രിയപ്പെട്ട പെങ്ങളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കണം. അച്ഛനറിയാം സേതുവേട്ടൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. താൻ വലിയേട്ടനായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സ്നേഹ തന്നോട് വലിയേട്ടൻ കാണിക്കണമെന്നും അച്ഛനറിയാം. പിന്നീട് കോളേജ് വിട്ട് വൈകുന്നേരം പല്ലവി ടീച്ചർ ആൻ ടീച്ചറും കൂടെ നടന്നു വരുവാണ്. ഈ സമയം പല്ലവി ടീച്ചറുണ്ട്. ആൻ ടീച്ചർ ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ ടീച്ചറെ, കേസിന്റെ കാര്യം എങ്ങനെയാ, ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ? ഒന്നും ആയില്ല, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതെ, അതിനു മുമ്പ് മേൽക്കോടതി കേസ് അപ്പീൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അത് ഫയൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പറ്റിയ വക്കീൽ ഇതുവരായിട്ടും കിട്ടിയിട്ടില്ലെന്ന് പറയാം. എനിക്ക് തോന്നുന്നേ കഴിഞ്ഞ തവണ എന്താണെങ്കിലും ഡിവോഴ്സ് കിട്ടണ്ടായിരുന്നു, പക്ഷേങ്കിൽ ടീച്ചറുടെ വക്കീൽ അത്ര പോരാൻ തോന്നുന്നു. അതുകൊണ്ടാ മറ്റേ എതിർഭാഗം വക്കീലിനെ പെട്ടെന്ന് വാദിച്ച് ജയിക്കാനായിട്ട് പറ്റിയത്. അത് ശരിയാ, അതെനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാനും ആദ്യമായിട്ട് കോടതി കയറുമല്ലേ ആൻ ടീച്ചറെ, അപ്പൊ അതിൻ്റെതായ വെപ്രാളമൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെതായ രീതി പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു തോന്നൽ കോടതിയിൽ. അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാ. ഇനിയിപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കോടതി കയറി പരിചയമുള്ളതുകൊണ്ട് ഇനി നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹൈക്കോടതിയിൽ അപ്പീലിന് പോകാന്ന് അറിഞ്ഞ്. അപ്പൊ അങ്ങനെയാണ് നല്ലൊരു വക്കീലിനെ കണ്ടെത്തണമെന്ന് പറയാം. ഇത് കേട്ടതും ആൻ ടീച്ചർ പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ പരിചയത്തിൽ ഒരു വക്കീലുണ്ട്, ഞാൻ പുള്ളിക്കാരനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറിന്റെ കാര്യമൊക്കെ, നമുക്ക് ആ വഴിക്കൊന്ന് നീങ്ങിയാലെന്ന് ചോദിക്കാം. ശരി, ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം. അപ്പോഴാണ് സേതുമാധവൻ എന്നോട് വരുന്നത്, വണ്ടിയും കൊണ്ട് വരുന്നത്. സേതുമാധവൻ ചോദിച്ചു, അല്ല വാ കയറിക്കോളാൻ പറയാൻ രണ്ടുപേരും. ഇത് കേട്ട ആൻ ടീച്ചർ, ഞാൻ വരുന്നില്ല, എനിക്ക് ഈ വഴിക്ക് ഒരു അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണമെന്ന് പറയാം. അല്ല ടീച്ചറെ, ബാ ടീച്ചറെ എന്ന് പറഞ്ഞ് പല്ലവി വിളിക്കുകയാണ്. വേണ്ട ടീച്ചർ കയറി പോയിക്കോ, നിങ്ങൾ രണ്ടും പോയിക്കോ, ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇല്ലാന്ന് പറയാണ്. എന്നാൽ ശരി, പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി വണ്ടിയിലേക്ക് കയറുക. പിന്നീട് സേതുവേട് ചോദിച്ചു, അല്ല സേതുവേടിന് ഇത് എങ്ങോട്ടാ ഈ വഴിക്ക്? അതെ, ഈ വഴിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഒരു സ്ഥലം വരെ പോവാ. പല്ലവി എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കാം. അതിനെന്താ, ഞാൻ വരാന്ന് പറയണം. അങ്ങനെ പല്ലവി സേതും കൂടെ പോവാണ്. അങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്തിട്ട് അവസാനം ഒരു റിസോർട്ടിന് മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തോണം. ഇതെന്താ സേതുവേട്ടാ ഇവിടെ? അതെ, എവിടം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. പിന്നീട് പല്ലവിയുടെ വാ കയറി വരാൻ പറയാണ്. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. അകത്തേക്കെന്ന് പറഞ്ഞാൽ ആ മുറ്റത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ്. അങ്ങനെ മുറ്റത്ത് ചെന്നതിനും പല്ലവി ചോദിച്ചു, ഇതെന്താ ഇവിടെ? ഇഷ്ടപ്പെട്ട സ്ഥലമൊക്കെ? ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ വെച്ചാൽ നമ്മൾ അച്ഛൻ്റെ കല്യാണം നടത്താൻ പോകുന്നത്. ഇവിടെ വെച്ചോ? അതെ, ഈ റിസോർട്ടിൽ വെച്ച്. അതെന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ സേതുവേട്ടൻ പറഞ്ഞ് റിസോർട്ടിലൊന്നും വെച്ച് കല്യാണം നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ കല്യാണമല്ലേ, നല്ല ഗംഭീരമായിട്ട് നടത്തണം. അതിന് സേതുവേട്ടൻ്റെ പണം ഉണ്ടോ നടത്താനായിട്ട്? പണമോ? അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അതൊക്കെ ഞാൻ കടവും വില മേടിച്ചിട്ടാണ് ഞാൻ ചെയ്യും. അച്ഛൻ്റെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടക്കണം, ഒന്നിനും ഒരു കുറവും വരുത്തില്ലെന്ന് പറയണം. അല്ല എന്നാലും സേതുവേട്ടാ, എന്താ എന്താ കുഴപ്പം? ഒന്നുമില്ല എന്ന് പറയണം. അങ്ങനെ പല്ലവി നോക്കി കഴിയുമ്പോഴത്തേനും ഒരു സ്ത്രീ അവിടെ തിരിഞ്ഞു നിൽക്കുന്ന കണ്ടു. അതേ സേതുവേട്ട ഒരു സ്ത്രീ നിൽക്കുന്നു പറയാണ്. ഇതാരാ, ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് ചോദിക്കണം. അതോ, അത് ജോലിക്കാരിയാ, സ്ത്രീയൊന്നുമല്ല, പുരുഷനാന്ന് പറയണം. പുരുഷനോ? അതാരാ? അത് കേശവേട്ടനാന്ന് പറയണം. പെട്ടെന്ന് അയാളും കൂടി തിരിഞ്ഞു. അയാൾക്ക് മുടി നല്ല നല്ല മുടി ഉണ്ടായിരുന്നു. അയാളുടെ മുടി കണ്ടപ്പോൾ തന്നെ പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇതേ കേശവേട്ടനാ. കേശവേട്ടൻ ഈ മുടി നീട്ടി വളർത്തിയോണ്ടാണ് നിനക്ക് സംശയം എന്ന് ചോദിക്കുക. പെട്ടെന്ന് പല്ലവി ഒന്ന് ചമ്മി. പിന്നീട് അയാളുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല കേശവേട്ടൻ എന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം കേശവേട്ടൻ സേതുവിനെ ഇരുത്തി നോക്കി. അല്ല നീ ആരാ കൊച്ചനെന്ന് ചോദിക്കുക. മനസ്സിലായില്ലേ, ഞാൻ സേതു, രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, എത്ര പേരിങ്ങനെ വിളിക്കുന്നു, അതിലാരാ എന്താ എങ്ങനെയാന്നൊക്കെ എങ്ങനെ അറിയണമെന്ന് ചോദിക്കുകയാണ്. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് എന്തോ ഒരു ഇതായി. പെട്ടെന്ന് അയാൾ ആ ചെടി നനച്ചുകൊണ്ട് ഓസും കൂടെ അങ്ങ് തിരിയാണ്. പല്ലവിയുടെ ദേഹത്തേക്ക് മൊത്തം വെള്ളം വീണു. തനിക്ക് എന്തോടെ സെൻസില്ലേ, കണ്ണ് കണ്ടുകൂടെ എന്നൊക്കെ പല്ലവി ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞ്, പോട്ടെ, അയാൾക്ക് അറിയാതൊരു അബദ്ധം പറ്റിയതല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, ഒരു കാര്യം ചെയ്യാം, ഇനി മോളിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പോയാൽ മതി എന്ന് പറയണം. ഇതേടെ പല്ലവി പറഞ്ഞ്, വേണ്ട സേതുവേട്ടാ, നമുക്ക് തിരികെ പോകാന്ന് പറയാം. അത് വേണ്ട, ഇവിടം വരെ വന്നിട്ട് ഇവിടെ നിന്ന് കാണാതെ എങ്ങനെയാ പോകുന്നത്? പല്ലവി പറഞ്ഞു, ഇവിടെ ഒന്നും ആരുമില്ലല്ലോ, എനിക്ക് ആ പോയി ടെൻഷനാന്ന് പറയണം. പെട്ടെന്ന് കേശവ എന്ത് ചെയ്യണം, തന്റെ കയ്യിൽ നിന്ന് ആ കീ എടുത്ത് സേതുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് ആ പടം വെപ്രാളം. എന്തിനാ സേതുവിടെ കീ ഒക്കെ മേടിച്ച്, എൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയണം. പല്ലവി വന്നേ എന്നും പറഞ്ഞ് പല്ലവിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ റിസോർട്ടിനകത്തേക്ക് കയറി പല്ലവി പറഞ്ഞു, വേണ്ട സേതുവേട്ടാ, നമുക്ക് തിരികെ പോകാന്ന് പറയണം. അപ്പത്തേക്കും കറണ്ടും പോയി. പല്ലവിക്ക് വല്ലാത്ത ടെൻഷൻ. സേതുവേട്ട ബാ തിരികെ പോവാം. പല്ലവി പെട്ടെന്ന് മൊബൈലൊക്കെ ഓൺ ആക്കുവാണ്. സേതു എന്താ എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക. ഇങ്ങോട്ട് കയറി വന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിനെയും കൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് ഒരു മുറിയിലേക്ക് ഒന്ന് മുറി തുറക്കാൻ നോക്കുക. അങ്ങനെ മുറി തുറന്ന് അകത്തേക്ക് കയറി. പെട്ടെന്ന് പല്ലവിക്ക് വല്ലാത്ത വെപ്രാളം. പല്ലവി പറഞ്ഞു, സേതുവേട്ടാ മൊത്തം ഇരുട്ടാ, വെട്ടമൊന്നുമില്ല, ഇതെന്താ ഇത്? എനിക്ക് പോയാൽ മതി, എനിക്കെന്റെ വീട്ടിൽ പോകണമെന്ന് പറയണം. ഇതെന്താ പല്ലവി ഇങ്ങനെ? പല്ലവിക്ക് എന്താ ഒരു ടെൻഷൻ എന്ന് ചോദിക്കുക. അതെ, നമ്മൾ രണ്ടുപേരും താമസിക്കാനുള്ള മുറിയാത്, നമ്മുടെ മുറിയാന്ന് പറയണം. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പത്തിന് പല്ലവിയുടെ ജീവൻ പകുതി പോയി. സേതുവേട്ടൻ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, ഇപ്പൊ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുക. അതെ, എപ്പോഴും എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ലല്ലോ,
ചില മാറ്റങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. പിന്നീട് സേതു പറഞ്ഞു ശരി ശരി കൊണ്ടുവരേന്ന് പറയാണ്. അല്ല എന്ത് കൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞു. ആരാന്ന് ചോദിക്കണം. റൂം ബോയ് ആന്ന് പറയണം. അതിന്റെ റൂം ബോയോട് ഒന്നും ഓർഡർ ചെയ്തിട്ടൊന്നുമില്ലോ. അതൊക്കെ ഉണ്ട് എന്ന് പറയുവാണ്. അപ്പത്തേനും വന്ന് ഡോർ ബെല്ലടിക്കുകയാണ്. പിന്നെ സേതു കഥ തുറന്ന് നോക്കുമ്പോഴത്തേനും മുമ്പ് കണ്ട കേശവേട്ടൻ അങ്ങോട്ട് വരണം. വലിയ നീട്ടത്തിലൊരു കത്തി അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് മേടിച്ച് ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ചു അങ്ങോട്ടും കൂടെ നോക്കുവാണ് സേതു. ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് വല്ലാത്ത ടെൻഷൻ. പല്ലവി പെട്ടെന്ന് ആ കയ്യിലേക്ക് കയറി പിടിച്ചു. സേതുവേട്ടൻ ഇത് എന്ത് കാണിക്കാൻ പോവാ? വേണ്ട സേതുവേട്ട വേണ്ട, ഇത് എനിക്ക് പോണം. സേതുവേട്ടൻ എന്താ ഇങ്ങനെയെന്നൊക്കെ പറയണം. നീ ഒന്ന് ടെൻഷൻ അടിക്കായിരിക്കും പല്ലവി എന്ന് പറയണം. ഒരു നിമിഷം പല്ലവിയുടെ ജീവൻ പോകുന്ന പോലെ പല്ലവിക്ക് തോന്നി. പെട്ടെന്നാണ് കറണ്ട് വന്നേ. കറണ്ട് വന്ന് പല്ലവി നോക്കിക്കഴിയുമ്പോഴത്തേനും ഒരു ഹാപ്പി ബർത്ത്ഡേ കേക്ക് ഇരിക്കുന്നു. ചുറ്റും ഉണ്ണിക്കുട്ടനും ശ്രീഹരിയും മിത്രനും എന്തിനേറെ പറയുന്നു പാറു ആനി ടീച്ചറും വരെയുണ്ട്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുവാണ് പല്ലവിക്ക്. പല്ലവിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല്ലവിക്ക് എന്തോ ചങ്കിടിപ്പായിരുന്നു. പെട്ടെന്ന് സേതു അങ്ങോട്ട് ചെന്ന് പല്ലവിനെ കൂട്ടിക്കൊണ്ട് പാറു ചോദിച്ചു ചേച്ചി പേടിച്ചു പോയെന്ന് ചോദിക്കാം. പല്ലവി ഒന്നും മിണ്ടിയില്ല. അതെ എന്ന് ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മിത്രേട്ടൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ ഇന്നത്തെ കാലത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവരും കൂടെ. ആരും പറയത്തില്ലൊന്നും. സർപ്രൈസ് ആയിരിക്കും എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുക്കണേ. ഇതുപോലെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നു പറയാണ്. ടീച്ചർ പറഞ്ഞു ഇവരെല്ലാരും പറഞ്ഞപ്പോ ഞാനും ഇവരോടൊപ്പം കൂടിയെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചിട്ടും പല്ലവി ഒന്നും മിണ്ടിയില്ല. എന്താ പല്ലവി എന്താ ഒന്നും മിണ്ടാത്തതെന്ന് സേതി ചോദിക്കുക. പെട്ടെന്ന് പല്ലവിക്കാണ് സങ്കടമാണോ ദേഷ്യമാണോ എന്ന് അറിയത്തില്ല. പല്ലവി പറഞ്ഞു അതെ എല്ലാം കൊള്ളാം, പക്ഷെ ഒരു കാര്യമുണ്ട്. മനുഷ്യന് ജീവൻ എടുത്തോണ്ടായിരിക്കില്ല ഇങ്ങനെയും ചെയ്യുന്നത്. അറിയാലോ ഒരു നിമിഷം ഞാൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി. വല്ല അറ്റാക്കും വന്നായിരുന്നെങ്കിലോ. ഇങ്ങനെ ഞെട്ടിച്ചോണ്ടാണ് സർപ്രൈസ് കൊടുക്കുന്നത്. ഒരു നിമിഷത്തേക്ക് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ. ഇന്നിങ്ങനെയൊന്നും ആരോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറയണം. അപ്പൊ എല്ലാവരും പരസ്പരം നോക്കണം. അവസാനം സേതു പറഞ്ഞു ഇനിയിപ്പം ഞാൻ ചെയ്തു പോയ തെറ്റാണെങ്കിൽ സോറി എന്ന് പറയാണ്. അത് കേട്ട പല്ലവി സേതുവിനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.